അപ്പോൾ ഇവക്കുട്ടീനെ ഞാൻ രാവിലെ നേരത്തെ എണീപ്പിച്ചിട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അവൾക്ക് എണീക്കാനൊക്കെ ഒരു മടി ഉണ്ടെങ്കിലും ആൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ എണീറ്റ് ഭയങ്കര ചിരിയോട് കൂടിയിട്ടുള്ളൊരു എണീക്കലായിരുന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. ഭയങ്കര ചിരി, ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്ന്. അങ്ങനെ എണീറ്റ പടന്നെ വേഗം ഞാൻ കുളിപ്പിച്ചെടുത്ത് ശ്രീയേട്ടൻ ഇത് അവളെ മാറ്റി കൊടുക്കുക കേട്ടോ അമ്പലത്തിൽ പോകാനേ. അപ്പോൾ അവളൊരു വിധത്തിൽ സമ്മതിക്കല്ല. അങ്ങനെ ശ്രീയേട്ടൻ അവളെ എടുത്തിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ശ്രീയേട്ടനും അനിയത്തിയും കൂടി ആട്ടോ അമ്പലത്തിൽ പോയത്. ധ്രുട്ടനും ഉണ്ട് കേട്ടോ കൂടെ. എനിക്ക് പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായ കാരണം അവരാട്ടോ പോയത്. അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴി കേട്ടോ 4 ആളും കൂടി ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവക്കുട്ടിയുടെ പേരിൽ. 2 അമ്പലത്തിലും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ശിവൻ്റെ അമ്പലത്തിലും ഭഗവതിയുടെ അമ്പലത്തിലും. അങ്ങനെ ഇതാ 2 ആളും കൂടി പായസമൊക്കെ കുടിച്ച് ഇതാ പിന്നെ പോവാ എന്നൊക്കെ പറിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നമ്മളെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയ സദ്യ ഒരുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇവക്കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരുക്കി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. സാമ്പാർ ഇതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊടികളൊക്കെ ഇടുകയാണ്. അങ്ങനെ സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തേങ്ങ പൊളിച്ചത് അതിത്തെ വെള്ളം കുറച്ച് ഇവക്കുട്ടിക്ക് കൊടുത്ത് വന്നപ്പോഴേക്കും നമ്മളെ ചോറും പുളിയിഞ്ചിയൊക്കെ തിളച്ച് മറിയുണ്ടായിരുന്നു. അനിയത്തി ഇതാ തേങ്ങ ഒക്കെ ചിരവുന്നുണ്ട്. അങ്ങനെ കാബേജ് ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്ക് വേണ്ട തേങ്ങ വറക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ നോക്കിയപ്പോൾ നമ്മളെ മത്തനും പയറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ അവൾ കുമ്പളം തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുമല്ലോ, അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ തേങ്ങാപ്പാൽ പിഴിയാട്ടോ. അമ്മ അത് അടുക്കളയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റണം, അങ്ങനെ ഒരുപാട് പരിപാടികളായിരുന്നിട്ട് ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളാണ് ഇട്ടത്. അത് ഞാൻ അതിന്മേൽ എന്തോ മുള്ളു പോലത്തെ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തുണി വെച്ചിട്ടാട്ടോ ഇതാക്കിയത്. അങ്ങനെ കുമ്പളം കറിയൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഒക്കെ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ അടുത്തതായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. കാരണം നമുക്ക് സമയമല്ലേ, ഇവക്കുട്ടി ഉറങ്ങി നീക്കണതിൻ്റെ മുന്നേ തന്നെ ഇതെല്ലാം റെഡിയാക്കി സെറ്റാക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഏകദേശം അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ അതാ കുമ്പളങ്ങ ഏകദേശം വെന്ത് നല്ല പരിവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഏകദേശം അത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പായസം അതാ തിളച്ച് മറിയുകയാണ്. പിന്നെ നമ്മളെ ഇവക്കുട്ടിക്ക് അതിലും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയിട്ടോ. അപ്പോൾ അതാ അണ്ടി മുന്തിരിയൊക്കെ അതിൽ ഏകദേശം ഇട്ട് ആശീർവാദിൻ്റെ നെയ്യും കുറച്ച് ഒഴിച്ചിട്ട് പായസം സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ അതാ നമ്മൾ അവിയലടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അവിയലും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അമ്മ അതാ വാഴൻ്റെയിലൊക്കെ പറിച്ച് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതേപോലെ അച്ഛൻ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ചോറിനാൻ. അപ്പോൾ വേഗം നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെക്കുക കേട്ടോ അമ്മ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതൊക്കെ ഏകദേശം ഇവക്കുട്ടി നീക്കണതിൻ്റെ മുന്നേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ എന്തോ. പിന്നെ ഇതാ നമ്മൾ ശ്രീയേട്ടനെ വിളിച്ച് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ശ്രീയേട്ടൻ ഇതൊക്കെ കണ്ട് ആകെ അന്തം വിട്ടിട്ടാണ്. ഇത്രയും സംഭവങ്ങളൊക്കെ ഇത്ര ടൈം കൊണ്ട് ഈ ഉണ്ടാക്കിയോ, അങ്ങനെയൊക്കെ ആൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ. അപ്പോൾ ഇവക്കുട്ടി ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീയേട്ടൻ അവളെ മാറ്റി കൊടുത്ത് ഇപ്പോൾ കൊണ്ടുവരും. ഞാൻ അതിന് മുന്നേ വേഗം വിഭവങ്ങളൊക്കെ വിളമ്പുകയാണ് കേട്ടോ. അങ്ങനെ ഇവക്കുട്ടിക്ക് ചോറൊക്കെ വാരി കൊടുത്ത് ഞങ്ങൾ 2 ആളും കൂടി ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ. ആ ടൈമിന് തന്നെ എല്ലാം സെറ്റായി. ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മൾ റിഷാൽ ഇതാ കേക്കേറ്റൊക്കെ വന്ന് ഞങ്ങളിതാ കേക്കൊക്കെ ഏകദേശം സെറ്റാക്കുകയാണ്. ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ട് അവളൊരു സന്തോഷത്തിന്. അങ്ങനെ ഇതാ കേക്കൊക്കെ ഞങ്ങളിതാ മുറിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവളെ ഫേവറേറ്റ് ഇക്കാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മമ്മ അതാ ഇവക്കുട്ടിക്ക് കേക്കൊക്കെ കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ധ്രുവട്ടൻ കേക്ക് കേൾക്കാറുണ്ട്. അപ്പം അമ്മ അവൻ്റെ വയലും ചെറിയൊരു കഷ്ണം വെച്ച് കൊടുത്തിട്ടാണ്.
ഇനി നമ്മളെ ഇവക്കുട്ടിയുടെ കലാപരിപാടി കേട്ടോ. പിന്നെ അവൾക്ക് അത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിട്ടു കൊടുത്തു, അവളൊരു സന്തോഷത്തിന്. പിന്നെ അവൾക്ക് വേണ്ടി വാങ്ങിയതാണല്ലോ, അങ്ങനെ കുറച്ച് അവൾ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.